നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിന്നിൽ നിന്ന് കുത്താനല്ലേ നിനക്കൊക്കെ അറിയും. നേർക്കുനേർ വന്നാൽ ഇതുപോലെ പടമാകും കള്ളപ്പാക്കികളെ. അത് കളിക്കളത്തിലായാലും യുദ്ധക്കളത്തിലായാലും ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ നീയൊക്കെ വിറയ്ക്കും. സ്വന്തം ടീമിന്റെ കളി കാണാതെ ഇറങ്ങിയോടിയ പാക് മന്ത്രിക്ക് ഇന്ത്യക്കാരുടെ മറുപടി. ശരിക്കും പാക് ക്രിക്കറ്റ് ടീമിന് ഇന്ത്യക്കാരുടെ വക ശിവരാത്രി. ഒരൊറ്റ പാക്കിയെ പോലും ഉറക്കിയില്ല ഇന്ത്യ. ഇതിനിടെ സ്വന്തം ടീം തോൽക്കുമെന്നായപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിയോടിയ പാകിസ്ഥാൻ മന്ത്രിയും ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മൊഹ്സിൻ നഖ്വിയുടെ ദൃശ്യങ്ങൾ പുറത്ത്. അവന്റെയൊക്കെ അണ്ണാക്കിൽ മിസൈലിട്ട് ഇന്ത്യക്കാരുടെ മറുപടി. ഇന്ത്യ പാക് T20 ലോകകപ്പ് മത്സരവുമായി ബന്ധപ്പെട്ട് ആദ്യ വിവാദത്തിന് തുടക്കമിട്ടയാളാണ് മൊഹ്സിൻ നഖ്വി. T20 ലോകകപ്പിൽ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയാണ് നഖ്വി ICCയെയും ക്രിക്കറ്റ് ലോകത്തെയും ആശങ്കയിലാക്കിയത്. ദിവസങ്ങളോളം ഈ വിവാദം നീണ്ടുനിന്നെങ്കിലും അവസാനഘട്ടം ബഹിഷ്കരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എന്നിവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം മാറ്റിയത്. മത്സരത്തിൽ കൊളംബോയിലെ ഗാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരുന്ന നഖ്വിയെ ക്യാമറകൾ ഒപ്പിയെടുത്തു. അതേസമയം മത്സരം അവസാനിക്കും മുൻപേ തന്നെ നഖ്വി സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങി. മത്സരത്തിൽ പാകിസ്ഥാൻ ബാറ്റിംഗിന്റെ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നഖ്വി സ്റ്റേഡിയത്തിൽ നിന്ന് മടങ്ങിയത്. കളി പൂർത്തിയാവാൻ PCB ചെയർമാൻ കാത്തുനിന്നതേയില്ല. നഖ്വി കാറിൽ മടങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് സാമൂഹിക മാധ്യമങ്ങളിൽ വൻ വൈറലാണ്. നഖ്വി വേഗത്തിൽ മടങ്ങിയതിന്റെ കാരണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഏത് സമയത്താണ് നഖ്വി മടങ്ങിയതെന്ന് വ്യക്തമല്ലെങ്കിലും പാക് ബാറ്റിംഗ് നിര പരാജയത്തോട് അടുത്ത് നിൽക്കുമ്പോഴാണ് ഇതെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാൻ 114 റൺസിന് പുറത്തായിരുന്നു. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് വിവാദ പുരുഷനാണ് നഖ്വി. ഏഷ്യ കപ്പ് ഫൈനലിൽ നാടകീയ സംഭവങ്ങൾ ക്രിക്കറ്റ് ആരാധകർ മറന്നിട്ടുണ്ടാകില്ല. നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കില്ലെന്ന ഇന്ത്യയുടെ നിലപാടിനു പിന്നാലെ കപ്പുമായി കടന്നുകളഞ്ഞ PCB ചെയർമാൻ അന്ന് വൻ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഇതുവരെ ആ കപ്പ് ഇന്ത്യക്ക് കൈമാറിയിട്ടില്ല. ഇക്കുറിയും വിവാദത്തിന് തുടക്കമിട്ടത് മറ്റാരുമായിരുന്നില്ല. ലോകകപ്പിൽ കളിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്തായതിനു പിന്നാലെ നഖ്വി ICCയോട് ഭീഷണി മുഴക്കി. ടൂർണമെന്റിൽ പങ്കെടുക്കണോ എന്ന കാര്യത്തിൽ പാകിസ്ഥാൻ സർക്കാരുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നായിരുന്നു നഖ്വിയുടെ പ്രതികരണം. ബംഗ്ലാദേശിന്റെ പിന്മാറ്റവുമായി ബന്ധപ്പെട്ട് ICC സ്വീകരിക്കുന്ന നിലപാടുകളെ നഖ്വി ശക്തമായി വിമർശിച്ചു. ICC കാണിച്ചത് ഇരട്ടത്താപ്പാണെന്ന് ആരോപിച്ച അദ്ദേഹം രാജ്യത്തിന്റെ താൽപര്യങ്ങൾ പരിഗണിച്ചായിരിക്കും മുന്നോട്ട് പോവുകയെന്നും വ്യക്തമാക്കി. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ കിട്ടിയതിനു ശേഷം മാത്രമേ ലോകകപ്പിൽ കളിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പാക് മത്സരം പ്രതീക്ഷിച്ചിരുന്ന ക്രിക്കറ്റ് ലോകത്ത് നഖ്വിയുടെ നിലപാട് ചർച്ചകൾക്ക് വഴിവെച്ചു. ദിവസങ്ങളോളം വിവാദം ആളിക്കത്തി. ഒടുവിൽ ICCയുടെ അനുരഞ്ജന ശ്രമങ്ങളെ തുടർന്നാണ് പാക് ടീം ബഹിഷ്കരണം പിൻവലിച്ച് കളിക്കാൻ തയ്യാറായത്. മത്സരത്തിലാകട്ടെ ഇന്ത്യ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞു. ഇത്തവണയും പരസ്പരം കൈകൊടുക്കാതെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയും. T20 ലോകകപ്പിൽ ഗ്രൂപ്പ് A മത്സരത്തിന്റെ ടോസിന് ശേഷം ഇരു ക്യാപ്റ്റന്മാരും പരസ്പരം ഹസ്തദാനം ചെയ്തില്ല. മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയാണെന്നും ടീം വിവരങ്ങളും പറഞ്ഞ ശേഷം സൽമാൻ ആഗ നടന്നു നീങ്ങുകയായിരുന്നു. സമീപകാലത്തായി ഇന്ത്യ പാക് മത്സരങ്ങളിൽ ചൂടുള്ള ചർച്ചാ വിഷയമാണ് ഹസ്തദാനം. പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം വഷളായതോടെയാണ് ആ വിള്ളൽ ക്രിക്കറ്റ് മൈതാനത്തേക്ക് നീണ്ടത്. പിന്നാലെ നടന്ന ഏഷ്യ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പാക് ക്യാപ്റ്റന് കൈകൊടുത്തില്ല. ഇതിന് പാക് ക്രിക്കറ്റ് ബോർഡ് മാച്ച് റഫറി ആന്റി പൈക്രോഫ്റ്റിനെതിരെ ICCക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. ഏഷ്യ കപ്പിൽ പിന്നീട് നടന്ന മത്സരങ്ങളിലും ഇരു ടീമിലെ ക്യാപ്റ്റന്മാരും ഹസ്തദാനം ചെയ്തിരുന്നില്ല. തന്ത്രങ്ങൾ പലതും മെനഞ്ഞെത്തിയ പാകിസ്ഥാനെ സ്വന്തം ശൈലിയിലുള്ള പന്തേറിലൂടെ ഇന്ത്യ വരിഞ്ഞു മുറുക്കി. ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും അക്ഷർ പട്ടേലും വരുൺ ചക്രവർത്തിയും ചേർന്ന് പാക് നിരയുടെ നട്ടലൊടിച്ചതോടെ T20 ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാൻ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് മുന്നിൽ തകർന്നടിഞ്ഞു. 61 റൺസിനാണ് ഇന്ത്യയുടെ ജയം. ഇതോടെ ഇന്ത്യ സൂപ്പർ 8-ൽ കടന്നു. ബംഗ്ലാദേശിനോട് ഐക്യദാർഢ്യം പറഞ്ഞ് കളം വിടാൻ നോക്കിയവർ ഒടുവിൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ നേരിട്ടത് സമ്പൂർണ്ണ തകർച്ച. ഇന്ത്യ ഉയർത്തിയ 176 വിജയലക്ഷ്യം പിന്തുടരാൻ ഇറങ്ങിയ പാകിസ്ഥാന് തുടക്കത്തിലെ കനത്ത തിരിച്ചടി നേരിട്ടു. 5 ഓവറിനിടെ പാകിസ്ഥാന്റെ 4 വിക്കറ്റുകൾ നിലംപൊത്തി. ഓപ്പണർമാരും മധ്യനിരയും പരാജയപ്പെട്ട ടീമിൽ ഉസ്മാൻ ഖാൻ മാത്രമാണ് അല്പമെങ്കിലും പൊരുതിയത്. 34 പന്തിൽ 44 റൺസാണ്, 6 ഫോറുകൾ, 1 സിക്സ് ഉസ്മാൻ എന്ന താരം നേടിയത്. ഇന്ത്യൻ ബൗളർമാർ ഒന്നിനു പുറകെ ഒന്നായി വിക്കറ്റുകൾ വീഴ്ത്തി പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. നേരത്തെ 20 ഓവറിൽ 7-ന് 175 റൺസാണ് ഇന്ത്യ നേടിയത്. ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ അഭിഷേക് ശർമ്മയെ നഷ്ടമായിട്ടും തളരാതെ പോരാടി ഇഷാൻ കിഷന്റെ വെടിക്കെട്ട് ബാറ്റിംഗാണ് ഇന്ത്യക്ക് കരുത്തായത്. ക്രിക്കറ്റ് ലോകത്തിൽ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് ഇന്ത്യയെ തളയ്ക്കാൻ പാകിസ്ഥാൻ നിയോഗിച്ചത് 6 സ്പിന്നർമാരെ. പേസ് പടയ്ക്ക് പേരുകെട്ട പാകിസ്ഥാൻ സ്പിന്നിനെ തുടയ്ക്കുന്ന കൊളംബോയിലെ പിച്ചിൽ ഇന്ത്യൻ ബാറ്റർമാരെ കുഴപ്പിക്കാൻ സ്പിൻ തന്ത്രം പുറത്തെടുത്തു. ആദ്യ
ആദ്യ ഓവറിൽ തന്നെ ക്യാപ്റ്റൻ ആകെ എത്തി അപകടകാരിയെ അഭിഷേകിനെ സ്പിന്നിന് മുന്നിൽ തളച്ച് പാകിസ്ഥാൻ ഇന്ധനം പകർന്നു. സൽമാൻ ആഗ, സായിം അയൂബ്, അബ്രാർ അഹമ്മദ്, ഷദാബ് ഖാൻ, മുഹമ്മദ് നവാസ്, ഉസ്മാൻ താരിഖ് എന്നിങ്ങനെ 6 പേരെയാണ് പാക് നായകൻ പന്തേൽപ്പിച്ചത്. എന്നിട്ടും ഇന്ത്യൻ താരങ്ങൾ തീതുപ്പിയതും പാകിസ്ഥാൻ നിലംപൊത്തി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.